നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിജയവഴിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജിടെക് എഡ്യൂക്കേഷൻ എന്ന് കേട്ടാൽ അറിഞ്ഞുകൂടാത്തവരാരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമ്പ്യൂട്ടർ വന്ന കാലം മുതൽ 10 വർഷത്തോളമായിട്ട് നമ്മൾ ഈ പേര് വളരെ കേട്ടുവരുന്നു. ഒന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ റോഡ് സേഫ്റ്റി റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളിൽ ജിടെക് എഡ്യൂക്കേഷൻ ഇത് നമ്മളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഇംപ്രിൻറ്റഡ് ആയി നമുക്ക് അത്രയ്ക്ക് അറിയാവുന്ന ഒരു പേരാണ്. കമ്പ്യൂട്ടർ രംഗത്തെ അധികായന്മാർ അവരാണ് കൂടുതലും നമ്മളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്, സാധാരണക്കാരൻ, പലതരത്തിലുള്ള കോഴ്സുകളിലൂടെ. ജിടെക് എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ഇതിൻ്റെ പിന്നിലെ ബുദ്ധി മേറൂഫ് മൺലോഡിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, ജിടെക് എഡ്യൂക്കേഷൻ താങ്കളെ സംബന്ധിച്ച് ബിസിനസ് അല്ല. യു ഡോണ്ട് വിഷ് ടു ബി നോൺ ആസ് എ ബിസിനസ് മാൻ, ഇസ് ഇറ്റ്? യെസ് ഓഫ് കോഴ്സ്. നമ്മളിപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് എപ്പോഴും നമ്മൾ സർവീസാണ്. അതായത് ഒരിക്കലും ഇതൊരു നമ്മൾ ബിസിനസ്സിനോ അല്ലെങ്കിൽ മലയാളത്തിൽ അതിനുള്ള വാക്ക് കച്ചവടം എന്നാണ്. ഒരിക്കലും അതിനെ പറയാൻ പാടില്ല. ഞാനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വളരെ ഹോണസ്റ്റായിട്ട് പറയുകയാണ്, ഐ ഡോണ്ട് വോണ്ട് ടു ബി നോൺ ആസ് എ ബിസിനസ് മാൻ. ഞാൻ പ്യുവർലി നമ്മളടുത്ത് വരുന്ന വിദ്യാർത്ഥികളാണ് നമ്മളെ സ്ട്രെങ്ത്. സർവീസാണ്, അവരൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യണത്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സർവീസാണ്. അപ്പോൾ അത് പ്യുവർലി ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ആലോചന എങ്ങനെയാണ്? ജിടെക് എഡ്യൂക്കേഷൻ എന്താണ് ആ പേര് സൂചിപ്പിക്കുന്നത്? ആദ്യം തന്നെ ചോദിക്കും. ജിടെക്കിന് അതിൻ്റെതായ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്തായാലും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് ജിടെക് എന്ന് നമ്മൾ, കാരണം ഇപ്പോൾ ഒരുപാട് മുമ്പെയൊക്കെ, കാരണം ഞാൻ കോളേജൊക്കെ മദ്രാസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ, മൈ IT എവറിത്തിങ് ഇൻ ചെന്നൈ. എഞ്ചിനീയർ ആണോ ബേസിക്കലി? ഇറ്റ്സ് നോട്ട് എഞ്ചിനീയറിംഗ്. ഐ ഡിഡ് എ 2-year കോഴ്സ്, ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഡിഗ്രീൻ്റെ കൂടെ തന്നെ പാരലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊരു ആവറേജ് ഒരു ഫാമിലിയിലുള്ള ആൾക്കോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫാമിലിയിലുള്ള ആൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഈവൻ അന്നൊക്കെ ഒരു 1-year കോഴ്സ് എന്നൊക്കെ പറയുന്നത് ലക്ഷങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ ഒരു സാധാരണക്കാരന് എടുത്താൽ പറ്റാത്ത ഒരു രീതിയിലേക്കൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് പ്രോഗ്രാമുകളും കോഴ്സുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു മുമ്പേ തന്നെ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് അങ്ങനെ, അതായത് പിന്നെ ആദ്യം ജോലി എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള, അതായത് കമ്പ്യൂട്ടറിനോട് ഒരു അലർജി വരാനുള്ളൊരു കാരണം അതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ചെന്നൈയിൽ ചെയ്യുന്ന സമയത്തും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആലോചിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇത്രയും വലിയൊരു രാജ്യമാണ്, ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സുകളും പ്രോഗ്രാമുകളും ഒക്കെ താങ്ങാൻ പറ്റുന്ന സാധാരണക്കാരുണ്ടാവും, താങ്ങാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരായിരുന്നു എപ്പോഴും എൻ്റെ ഒരു ശ്രദ്ധ. സാധാരണക്കാരിലേക്ക് ഈ ഒരു IT കമ്പ്യൂട്ടർ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള സംഭവം. കാരണം നമ്മൾ ഇപ്പോൾ ഏകദേശം 120 കോടി ജനങ്ങളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 100 കോടി ജനങ്ങളും ആവറേജും ബിലോ ആവറേജുമാണ്. ഒരു 20 കോടിയെ എബോവ് ആവറേജ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പം കുറേ മുമ്പുള്ള നമ്മളിവിടെയുള്ള കമ്പ്യൂട്ടർ ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ ഈ എബോവ് ആവറേജ് കാറ്റഗറീനെ മാത്രം സർവ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എപ്പോഴും ഈ ഒരു ആവറേജ് ആൻഡ് ബിലോ ആവറേജ് കാറ്റഗറി അവരെ നമ്മൾ സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ശരിക്കും സർവീസ് ആവുന്നത്. അത് അല്ലേ? ഓക്കെ, 100%. ജിടെക് എന്ന് വെച്ചാൽ എന്താണ്? ജിടെക്കിന്റെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ്. അതായത് എനിബഡി ഹൂ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജി ആയിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. ഇങ്ങനെയായിരുന്നു ഒരു ജിടെക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ ഇത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചു, അതിനുവേണ്ടി ഒരു പക്ഷേ ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം നോക്കിയത് അല്ലെങ്കിൽ സ്വന്തം സ്ഥലം നോക്കി ആ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. കാരണം ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് മൈ 18th year. 18 വർഷമായിട്ട് ഞാൻ എൻ്റെ ലൈഫാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഊണിലും ഉറക്കത്തിലും ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ വെക്കുകയോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവണമെന്നുള്ളത് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ഒരു 93-ൽ ഞാൻ എൻ്റെ ഡിഗ്രിയും എൻ്റെ ഈ ഒരു IT കോഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് 94-ലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലിക്കറ്റിൽ തന്നെ, കോഴിക്കോടാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ കോഴിക്കോട് നമ്മൾ സ്ലോലി ഇങ്ങനെ നമ്മൾ മലപ്പുറം അടുത്തുള്ള സ്ഥലം, മഞ്ചേരി, പെരിന്തൽമണ്ണ, തിരൂര്, വടകര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാനിങ്ങനെ ഓരോരോ സെന്റർ, ഓരോ വർഷം ഓരോ സെന്റർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന്. ആദ്യത്തെ ബാച്ചിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? ആദ്യത്തെ ബാച്ചിലൊക്കെ നല്ല സ്ട്രെങ്ത് ആയിരുന്നു. ആദ്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഭാഗം മാത്രമേ ഇതിൻ്റെ ഇത് കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും കാലം മുമ്പേ തന്നെ ഞാനിതൊരു സർവീസായിട്ട് എടുത്തതാണ്. ഒരു പ്യുവർലി ഒരു സർവീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആലോചിക്കുമ്പോൾ ഒരുപാട് ചെലവില്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കറണ്ട് വേണം, കമ്പ്യൂട്ടർ വേണം. ഉണ്ട്. അത് എന്താ പറയുക, ഞാൻ വന്ന ഒരു ഫാമിലി എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങളും, കാരണം ഞാൻ എൻ്റെ ഡിഗ്രി തന്നെ പഠിച്ചത് ഞാൻ ചെന്നൈയിലാണ്. ഇപ്പോൾ അതന്നെ ഒന്ന് ഏകദേശം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം ഈ ഒരു 90s ഞാനിപ്പം മദ്രാസിൽ പോയിട്ട് പഠിച്ചത് BA എക്കണോമിക്സ് ആണ്. ഇപ്പൊ കോഴിക്കോടും കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ BA എക്കണോമിക്സ് പഠിക്കാൻ മദ്രാസിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുമില്ല. അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ടേണിംഗ് പോയിന്റ് ആണത്. ഞാൻ ലൈഫ് എന്താന്ന് പഠിച്ചു, എനിക്ക് ആ എക്സ്പോഷർ കിട്ടി. പ്രത്യേകിച്ച് ഞാൻ 10ാം ക്ലാസ് വരെ ഇവിടുത്തെ കോഴിക്കോട് ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്. നമുക്കൊരാളെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും അതേപോലെ ഈ പറഞ്ഞ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ഇപ്പം ഒരുപാട് പല ഭാഷകളും, ഇപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിലൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയി. അതുപോലെ ഹിന്ദി പഠിച്ചു. കുറച്ച് നമ്മളെ ഭാഷകളൊക്കെ ഉണ്ടല്ലോ, ഈ തമിഴ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പോഴും എൻ്റെ കൂടുതൽ ഫ്രണ്ട്സും എനിക്ക് ചെന്നൈയിലാണുള്ളത്. കുടുംബം എന്താണ് ചെയ്തത്? കുടുംബം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫാദറിന്റെ ഫാമിലി ശരിക്കും അവര് പ്യുവർലി ബിസിനസ് ഫാമിലിയാണ്. അവര് ബേസിക്കലി ഇൻടു ടിമ്പർ, മരത്തിന്റെ ബിസിനസ് ആണ്. നിങ്ങളിപ്പോ ഈ മണലോടിയാണ് അത്. പിന്നെ എൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എൻ്റെ പേരിന്റെ കൂടെ എപ്പോൾ ഞാൻ ആ മണലോടി ചേർക്കും. കാരണം ഐ ആം സോ പ്രൗഡ് ടു ബി ആ ഒരു ഫാമിലി മെമ്പർഷിപ്പിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. എന്തായിരുന്നു ആ സാഹചര്യം, കുട്ടിക്കാലത്ത് വളർന്ന സാഹചര്യം? അച്ഛൻ്റെ ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലേ, എന്നെല്ലാം ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അച്ഛനിൽ നിന്നും ഫാമിലി? വലിയൊരു ഇതില് വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ലോസ്റ്റ് മൈ ഫാദർ വെൻ ഐ വാസ് 9. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഫാദർ നഷ്ടപ്പെട്ടു. ബട്ട് അഗൈൻ ഇതിന്റെ നമ്മളെ ഒരു ഗ്രോത്തിന്റെ പിന്നിലുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ മദറാണ്. കാരണം ആ ഒരു ഏജിൽ നമ്മള്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരും ഒക്കെ ആണ്, എല്ലാവരും ചെറുതായിരുന്നു മരിക്കുന്ന സമയത്ത്. എത്ര കുട്ടികളുണ്ടായിരുന്നു? നമ്മൾ മൊത്തം 7 പേരായിരുന്നു. ഞാൻ 7ാമനായിരുന്നു, ഏറ്റവും അവസാനത്തെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ മൂത്ത ബ്രദേഴ്സിനാണെങ്കിലും സിസ്റ്റേഴ്സിനാണെങ്കിലും ഒക്കെ വലിയ സ്നേഹം വാത്സല്യമൊക്കെ. പ്രത്യേകിച്ച് ഫാദർ ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ആഗ്രഹങ്ങളൊക്കെ എല്ലാം കിട്ടും. കാരണം ഇപ്പോൾ ഒരു ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞാൽ വേഗം പൈസ കിട്ടും. ആ ചെറുപ്പത്തിലുള്ള ആ ഒരു സമയമല്ല, നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വലിയ സ്നേഹമായിരുന്നു. പ്യുവർലി ഒരു ബിസിനസ് ഫാമിലിയാണ് ഫാദർ ഉണ്ടത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് കല്ലായി ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്ലായിൽ കല്ലായിലുള്ള മരത്തിന് കൗണ്ടില്ല എന്ന് പറയാം. ഇറ്റ് ഈസ് കൗണ്ട്ലെസ്. എത്ര നമ്മൾ എണ്ണിയാലും തീരാത്ത അത്രയും വുഡ് ഈ കല്ലായി പുഴയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്ലായിയോട് ബന്ധപ്പെട്ട് തന്നെ മാങ്കാവ്, ഇതൊക്കെ ഈ ഒരു ടിമ്പറിന്റെ ഒരു ഏരിയ ആണ്. മരം, തടി തന്നെയാണ്. ഇപ്പോഴും നമ്മളെ ഫാദറിന്റെ ബിസിനസ്സൊക്കെ ജ്യേഷ്ഠന്മാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള മില്ലുകളൊക്കെ അവരതാണ്. പാരമ്പര്യമായിട്ടുള്ള ഫാദറിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഫാദറിന്റെ ഒരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ മില്ലാണ്. ഒരുവിധം നമ്മുടെ ഈ ഏരിയയിലുള്ള മില്ലുകളൊക്കെ ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് വിത്ത് us. ആദ്യമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ എടുത്തു? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ എല്ലാം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ എനിക്കും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടമാനം വീട്ടിൽ നിന്ന് കുറെ പൈസ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുള്ള രീതിയിലൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അല്ലാതെ കമ്പ്യൂട്ടർ ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ ഒരു
ക്രെഡിറ്റിനും അങ്ങനെയൊക്കെ കിട്ടും. സൗഹൃദമാണ് സ്ട്രോങ് പോയിന്റ്. വളരെ വളരെ ഞാൻ റിയലി ബിലീവ് ഇൻ റിലേഷൻസ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു ഇന്ന് എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെടുത്തും ഇതുവരെ തെറ്റിയിട്ടില്ല. ഒരാളെടുത്തും എനിക്ക് അങ്ങനെ ഒരാളെടുത്തും ഞാൻ തെറ്റിയിട്ടില്ല ഇതുവരെ. ഇനിയായിട്ട് തെറ്റാൻ ആഗ്രഹിക്കണമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എത്ര വർഷം? ഞാനതാ പറഞ്ഞത്, അന്ന് മുതൽ എൻ്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച അവരൊക്കെ ഇന്നും എൻ്റെ കൂട്ടുകാരാണ്. ഒരാൾ വരെ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് പോളിസികളുണ്ട്. നമ്മളൊരു പോളിസി എന്ന് പറഞ്ഞാൽ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. അതിപ്പോൾ ആരായാലും ശരി, അവർക്ക് എത്രമാത്രം സ്നേഹം ഒക്കെ നമുക്കിതൊക്കെ കൊടുക്കാൻ പറ്റുക. ഞാനൊരു തമാശ ചോദിച്ചോട്ടെ, എന്ന് വെച്ചാൽ കോളേജിലും സ്കൂളിലും ഇതുപോലെ ഹോസ്റ്റലിലും അടിച്ചു പൊളിച്ച് രസിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ കാലം വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ ജിടെക് എഡ്യൂക്കേഷനിലൂടെ വരുന്ന ഓരോ തലമുറയിലെയും ചെറുപ്പക്കാരെ കാണുകയാണ്. അത് ഒരുപക്ഷെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, എനിക്ക് കുറെ റോൾ മോഡൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ കുറെ നല്ല റോൾ മോഡൽസ് ഉണ്ട്. റിയലി വളരെ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ അപ്പുറത്തേക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് റോൾ മോഡൽസ് എനിക്ക് കേരളത്തിലുണ്ട്. ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മളെ ലുലുവിന്റെ യൂസുഫ് അലി. കാരണം അത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ലുലു അവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് ഇത്രയും, കാരണം അതൊന്നും ഒരിക്കലും എളുപ്പമല്ല. ഭയങ്കര ഇറ്റ്സിനും അതിന്റെ പിന്നിലൊക്കെ ഉള്ള എഫേർട്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര. കാരണം നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു മെനക്കേട് ആക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇപ്പോൾ സ്റ്റാഫിനെ കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. യൂസുഫ് അലി സാറൊക്കെ ഒരു ഗ്രോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. പിന്നെ എനിക്ക് 1-2 കോൺസെപ്റ്റുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റാണ്. ഇപ്പോൾ ഈ കോഴിക്കോട് ഇരുന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഈവൻ മെക്സിക്കോ വരെ നമുക്ക് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ മെക്സിക്കോയിലൊക്കെ ഒരു ബിൽഡിംഗ് നിറയെ അങ്ങനെ ജിടെക് എന്നുള്ള ബോർഡൊക്കെ വെച്ച് കാണുന്നതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു സംഭവമാണ്. ദെൻ വി ആർ സപ്പോർട്ടിങ് 2 ഗവൺമെൻറ്റ്സ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ശ്രീലങ്കയിൽ എൻറ്റയർ IT എഡ്യൂക്കേഷൻ അതേപോലെ ഇംഗ്ലീഷ് ഈ രണ്ടും നമ്മൾ പ്രസിഡൻറ്റിനെയാണ് നമ്മൾ സപ്പോർട്ട്. പ്രസിഡൻറ്റിൻ്റെ ഒരു വിഷൻ ഒരു എന്താ പറയുക അവരൊരു കോൺസെപ്റ്റാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ ഇന്ന് ശ്രീലങ്കയിൽ വി ആർ ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക്. വി ഗോട്ട് 108 സെൻറ്റേഴ്സ് ദെയർ. ഇപ്പോൾ ഞാനൊരു 3 കൊല്ലം മുമ്പേ ശ്രീലങ്കയിൽ ഇതേപോലെ പ്രസൻറ്റേഷന് പോയ സമയത്ത് അവിടെ ഞാൻ പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കയിൽ അവിടുത്തെ IT മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഇന്ത്യൻ ഹൈ കമ്മീഷണർ, അതേപോലെ റോൻ്റെ ഹെഡ്, പിന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഇവരൊക്കെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് കേട്ടിരിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ അതിലൊരു പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരള ഐ ഹാവ് 225 സെൻറ്റേഴ്സ്. ഇപ്പം നമ്മൾ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മലയാളീനെ കൺവിൻസ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? മലയാളികളോളം കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരും എവിടെ ഇല്ല. ഐ ഹാവ് കൺവിൻസ്ഡ് 225 പീപ്പിൾ ഓർ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇൻ കേരള. ഇഫ് ഇറ്റ് ഈസ് എ സക്സസ് ഇറ്റ് ക്യാൻ ബി എ സക്സസ് എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ 225 സെന്റേഴ്സ് ആണ് കേരളത്തിലുള്ളത്. അതിനുശേഷമുള്ള എക്സ്പാൻഷൻസ് ഇന്ത്യയിലേക്ക് എത്രയായി? ഇന്ത്യയിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇപ്പം ഓരോ ഭാഗത്തുനിന്ന് ഇപ്പം നമ്മൾ പിന്നെ തിരുവനന്തപുരം പാറശാല മുതൽ ഈ പറഞ്ഞ കാസർഗോഡ് ബദിയടുക്ക ഈ ബോർഡർ വരെ നമുക്ക് സെന്റർ ഉണ്ട്. ഇതിന് ശേഷം നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ സെന്റേഴ്സ് തന്നെ അലോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്പർ അല്ല ഇനി വേണ്ടത്, ഇനി ക്വാളിറ്റിയാണ് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സെൻറ്ററിൽ വരുന്ന ഓരോ കുട്ടിയും നല്ല രീതിയിൽ പഠിച്ച് അവർക്കൊരു ജോലി കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന പണിക്കൊക്കെ ശരിക്കും എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഈ കോഴ്സുകൾക്കെല്ലാം ഇപ്പോൾ സാധാരണഗതിയിൽ ജാവ ഉണ്ട്, ജാവ ++, ഒറക്കിൾ, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്, ബേസിക് കോഴ്സസ് ഉണ്ട്. ഇതിനെങ്ങനെയാണ് അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻസ്ട്രക്ടേഴ്സിനെ എവിടെ തിരഞ്ഞെടുക്കും? അതായത് IT എന്ന് പറയുന്നതിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. ഇറ്റ് വിൽ ഡെവലപ്പ് ഓൺ എനി ഡേ. ഇപ്പൊ ഇന്ന് കാണുന്ന സാധനമല്ല നാളെ ഉള്ളത്. യു വിൽ ഹാവ് റെഗുലർ അപ്ഗ്രഡേഷൻ ഓർ റെഗുലർ പുതിയ വേർഷൻസും പുതിയ റിലീസുകളും ഒക്കെ എല്ലാം മാറും, എല്ലാ സംഭവങ്ങളും മാറും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഞാനിവിടെ ചെയ്തു വെച്ച സംഭവങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഗോട്ട് എ വെരി ഗുഡ് ടെക്നിക്കൽ ടീം ഹിയർ. ഇതിൽ ഞാൻ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ വലിയ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന സമയത്തും ഇതിന്റെ പിന്നിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ട്. സോ അതിന് ഞാൻ പറഞ്ഞു ഐ റിയലി അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദിസ് ഓഫീസ്. കാരണം നമ്മൾ ഇത്രയും കൺട്രീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും സ്റ്റേറ്റുകൾ ഓപ്പറേറ്റ്, വി ആർ 19 സ്റ്റേറ്റ് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഈവൻ ശ്രീലങ്കയിലുള്ള ഈ 108 സെന്റർ അടക്കം ഇവിടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റമാണ്, ഒരു ട്രീ സിസ്റ്റമാണ്. ട്രീ ആകുമ്പോൾ ഒരു വലിയൊരു സാധനം ഇങ്ങനെ വരും, പിന്നെ അതിന്റെ മുകളിൽ നിന്ന് ബ്രാഞ്ചസ് വന്ന് പിന്നെ സബ് ബ്രാഞ്ചസ് വന്ന് ഇതേപോലെ നമ്മൾ
ഏതെങ്കിലും ഒരു പുതിയ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പുതിയൊരു കൺട്രിയിലോ പോകുന്ന സമയത്ത് വി വിൽ ഹാവ് എ ലോക്കൽ പാർട്ട്ണർ. അതാണ് ഈ മെയിൻ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഇപ്പോൾ ഒരു മരത്തിന് മെയിൻ സാധനം ഉണ്ടാവുമല്ലോ, ഇതിന്റെ മുകളിൽ നിന്നുള്ള മെയിൻ ബ്രാഞ്ച് ഇതെന്ന് പറയുന്നത് ഒരു നമ്മൾ വിൽ ഗിവ് ദം ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി, അതായത് റീജിയണൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഓരോ ഇപ്പോൾ ശ്രീലങ്ക ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ജിടെക്. എവിടെ പോയി കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഓൾ ജിടെക്. വെദർ യു ഗോ ടു മെക്സിക്കോ ഓർ കുവൈറ്റ് ഓർ സിംഗപ്പൂർ ഓർ മേ ബി ഏത് കൺട്രീസ്, ഇറാനിൽ നമ്മൾ അഗെയിൻ വി ആർ സപ്പോർട്ടിങ് ദ ഗവൺമെന്റ്. ഇറാനിൽ വി ഹാവ് ഓൾമോസ്റ്റ് 60 സെന്റേഴ്സ്. ദർ ഓൾസോ വി ആർ സപ്പോർട്ടിങ് ദ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പ്രൊജക്ടുകൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഈ സെറ്റ് ബാക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ചലഞ്ചസ് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇതുപോലെ വരുമ്പോൾ ആദ്യകാലത്ത്? അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സെറ്റ് ബാക്കുകൾ ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ഈവൻ ഇപ്പോൾ ജിടെക് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2001 2001 എന്ന് പറയുമ്പം IT ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡൗൺഫോൾ ഉള്ള സമയമാണ്. അതായത് ഈ ഒരു അമേരിക്കയിലൊക്കെ ഈ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ വന്ന് അവിടെ ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ IT ഒക്കെ ഭയങ്കര ഡൗൺ ആയി, ഇങ്ങനെ ഒരു IT ഇങ്ങനെ ഒരു കമ്പനി ഒരു ലോഞ്ചിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ചാലഞ്ച് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് മറ്റുള്ളവർ ചെയ്യുന്നതെന്നുള്ള ഒരു വെറൈറ്റി, ഒരു വ്യത്യാസത്തിലുള്ള സംഭവങ്ങളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത്. കുറച്ച് ഞാൻ പറഞ്ഞത് ആ ലെവലിൽ ഞാൻ ചാലഞ്ച് എടുക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഇഷ്ടം. അതാണ് ജിടെക് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമുക്കറിയാം, ആ പേര് എത്ര വലുതാണെന്ന്. ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട IT സെൻറ്ററുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലിക്ക് ഈ സർട്ടിഫിക്കേഷൻ പ്രിഫർ ചെയ്യുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇതാണോ താങ്കളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയി? തീർച്ചയായിട്ടും. അത് നമ്മൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വലുതായി എന്ന് പറയാം. അതായത് ഇപ്പോൾ പല കമ്പനികളും ഞാൻ പറഞ്ഞ ജിടെക് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും അവരൊരു പ്രിഫറൻസ് അവിടെ കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ, അപ്പം നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്ന ജോബ് ഫെയറിലൊക്കെ തന്നെ വലിയ വലിയ കമ്പനികൾ, ഇൻഫോസിസ്, വിപ്രോ ആണ്, അവരൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെയൊക്കെ പോകാറുള്ള ഒരു പ്രൈവറ്റ് മേഖലയിലുള്ള അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു ജോബ് ഫെയറിലൊന്നും സാധാരണ ഇത്രയും വലിയ കമ്പനികളൊന്നും വന്ന് പങ്കെടുക്കാറില്ല. അപ്പോൾ അതന്നെ നമുക്കൊരു ക്രെഡിറ്റ് അല്ലേ. ഇപ്പോൾ ഇൻഫോസിസോ അല്ലെങ്കിൽ വിപ്രോ ഒക്കെ വന്നിട്ട് നമ്മൾ ജോബ് ഫെയറിൽ പങ്കെടുത്ത് നമ്മളെ കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിയലി നമ്മളെ സംബന്ധിച്ചോളം വളരെ സന്തോഷിക്കാവുന്ന ഒരു വലിയൊരു ഏരിയ ആണ് അത്. ഉണ്ട്, ഓൾറെഡി ഉണ്ട്. നമ്മൾ ജിടെക്കിയൻ തന്നെയാണ് അതിൻ്റെ പേര്, ജിടെക്കിയൻസ്. ജിടെക്കിയൻസിനെ അഭിമാനിക്കാം. ഒരു എഡ്യൂക്കേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? എഡ്യൂക്കേറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു വിഷനാണ്. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി 120ഓളം കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിലിപ്പം അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഷോർട്ടേജ് അല്ല, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഷോർട്ടേജ് ആണ്. ജനങ്ങളുണ്ടെങ്കിലും അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജനറേഷനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു എഡ്യൂക്കേറ്റ് ഇന്ത്യയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറേ കോഴ്സുകൾ പ്രത്യേകമായിട്ടുള്ള, അതായത് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കമ്പനികളിലേക്ക് നേരെ ഒരു ജോലിക്ക് കയറാവുന്ന രീതിയിൽ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അത് പ്രൈം മിനിസ്റ്റർ ഒരു വിഷൻ എന്ന് വെച്ചാൽ 2022 ആകുമ്പോഴത്തേക്ക് ഒരു 15 മില്യൺ ആൾക്കാർ ഈ സ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് NSDC ആണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസും അതേപോലെ ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികൾ, ഇപ്പോൾ ടാറ്റാസും റിലയൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് NSDC എന്ന് പറയുന്നത്. അതിന്റെ പ്രോജക്റ്റ് എന്ന് മുതലാണ് ഓൺ ആവുന്നത്? അതിപ്പോൾ ഓൾറെഡി ഞാൻ സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞ ആഴ്ച ചെയ്തു. നമ്മുടെ മിനിസ്റ്റർ ഡോക്ടർ മുനീർ ആയിരുന്നു അത് സോഫ്റ്റ് ലോഞ്ചിങ്ങും അതിൻ്റെ ലോഗോ ഇനാഗുറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചീഫ് മിനിസ്റ്റർക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കേരളത്തിൽ പക്ഷേ എന്ത് പഞ്ചായത്ത് തലത്തിലൊക്കെ ഇങ്ങനെ സാധാരണക്കാരെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ചെറിയ ലെവലേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇങ്ങനെ ഒരു ജോലി കിട്ടാവുന്ന ലെവലിലേക്കുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക്
ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി. പക്ഷെ അതിന് കണക്കായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? ഞാൻ മിനിമം ഒരു 20 hours ഞാൻ വർക്ക് ചെയ്യും. കാരണം ഞാൻ പൊതുവെ വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. കാരണം ഒരു ദിവസം അത്രയും ഇമെയിൽ ഉണ്ടാവും. ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഈ 500ഓളം ഒരു സെന്ററിൽ നിന്ന് ഒരു മെയിൽ വന്നാൽ തന്നെ ഇറ്റ് ഈസ് 500 മെയിൽസ് എ ഡേ. എല്ലാം സ്വന്തമായിട്ട് കാണും. എല്ലാം ഞാൻ സ്വന്തമായിട്ട് കാണും. പ്ലസ് എനിക്ക് കുറച്ച് വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ ബട്ട് സിൻസ് ഞാൻ ഐ എം എൻജോയിങ് ഇറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് ഓരോരുത്തർ എന്ത് മെയിൽ അയച്ചാലും അതിൻ്റെ ഒരു കോപ്പി എനിക്ക് വരണം, CC വേണം, മസ്റ്റാണത്. എന്ത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തും അതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. പിന്നെ നമ്മൾ എന്ത് ഡിസൈനോ എന്ത് സാധനങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കത് കാണണം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അത് കണ്ടാലും നമുക്ക് ആ ഒരു തൃപ്തി വരികയുള്ളൂ. ഓരോ ഈവൻ ഒരു നോട്ടീസ് ആവട്ടെ, ആ ഡിസൈൻ ഞാൻ കണ്ടിട്ടാണ് സാധാരണ പുറത്തേക്ക് വരാറ്. ജിടെക്കിനെ കുറിച്ചല്ലാതെ മറ്റെന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ചിട്ട് എത്ര കാലമായി? ആലോചിക്കാറില്ല സത്യം പറഞ്ഞാൽ. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ദിസ് ഇസ് നമ്മളെ ഒരു ലൈഫായിട്ട് മാറിക്കഴിഞ്ഞു. ഫാമിലി വൈഫുണ്ട്, ഹൗസ് വൈഫാണ്. പിന്നെ മക്കളുണ്ട്. മോള് പിന്നെ ഇപ്പം 14 വയസ്സായി, 9th മെഹന മണലോടി. അതുപോലെ മോനുണ്ട്, മോനിപ്പം 9 വയസ്സായി, 4ാം ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഫാമിലി ഒക്കെ വളരെ സന്തോഷമാണ്. കാരണം പ്രത്യേകിച്ച് ഉമ്മ എൻ്റെ കൂടെ തന്നെ, മദർ എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ നല്ലൊരു ഫാമിലിയാണ് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു മോട്ടിവേഷൻ. 100% ഇന്ന് വിജയ് വഴി ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം കേരളത്തിൽ തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന, ലോകത്തിലെ ഗവൺമെൻറ്റുകൾ വിശ്വസിച്ച് പ്രോജക്റ്റ് ഏൽപ്പിക്കുന്ന, അവരുടെ നാട്ടിലെ ആൾക്കാരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനും കമ്പ്യൂട്ടർ സാക്ഷരരാക്കാനും ജോലിക്ക് പ്രാപ്തരാക്കാനും വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് കേരളത്തിൽ തുടങ്ങിയ ഈ കൊച്ചു സ്ഥാപനം ഇന്ന് ലോകമെമ്പാടും വളർന്നിരിക്കുന്നു. അഭിമാനിക്കാവുന്നതാണ്. 100% വിജയത്തിൻ്റെ കഥ തന്നെയാണ് ഇന്ന് വിജയ് വഴിയിൽ നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജിടെക് എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലോടി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. വരുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ എഡ്യൂക്കേറ്റ് ഇന്ത്യ അല്ലാതെ എഡ്യൂക്കേറ്റ് വേൾഡ് എന്ന് പറയുന്ന സൗത്ത് ഏഷ്യയിലേക്കും എല്ലാത്തിലേക്കും ചെല്ലാനും ഇത് ഒരു വലിയ ഒരു സ്ഥാപനമായി ഒരു 100 കൊല്ലം ആഘോഷിക്കുന്ന തരത്തിൽ എന്ന് വെച്ചാൽ ഭാവിയിലെ ഒരിക്കലും എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ കേൾക്കുന്ന ഒരു പേരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.